ലേവ്യപുസ്തകം അദ്ധ്യായം 19. യഹോവ പിന്നെയും മോശെയോട് അരുളിച്ചെയ്തത്, നീ യിസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. നിങ്ങൾ ഓരോരുത്തനും താന്താന്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം. എന്റെ ശബ്ബത്തുകൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് തിരിയരുത്. ദേവന്മാരെ നിങ്ങൾക്ക് വാർത്തുണ്ടാക്കരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. യഹോവയ്ക്ക് സമാധാനയാഗം അർപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം അർപ്പിക്കണം. അർപ്പിക്കുന്ന ദിവസവും പിറ്റെന്നാളും അത് ഭക്ഷിക്കാം. മൂന്നാം ദിവസം വരെ ശേഷിക്കുന്നത് തീയിൽ ഇട്ട് ചുട്ടുകളയണം. മൂന്നാം ദിവസം ഭക്ഷിച്ചു എന്നു വരികിൽ അത് അറപ്പാകുന്നു, പ്രസാദമാകുകയില്ല. അത് ഭക്ഷിക്കുന്നവൻ കുറ്റം വഹിക്കും. യഹോവയ്ക്ക് വിശുദ്ധമായത് അവൻ അശുദ്ധമാക്കിയല്ലോ. അവനെ അവന്റെ ജനത്തിൽനിന്ന് ഛേദിച്ചു കളയണം. നിങ്ങളുടെ നിലത്തിലെ ധാന്യവിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരികു തീർത്ത് കൊയ്യരുത്. നിന്റെ കൊയ്ത്തിൽ കാലാ പെറുക്കുകയും അരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാലാ പറിക്കരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണുകിടക്കുന്ന പഴം പെറുക്കുകയും അരുത്. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഒരുവനോട് ഒരുവൻ ഭോഷ്ക് പറയരുത്. എന്റെ നാമത്തെക്കൊണ്ടു കള്ളസത്യം ചെയ്തു നിന്റെ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവ ആകുന്നു. കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്, അവനെ കൊള്ളയടിക്കുകയും അരുത്. കൂലിക്കാരന്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത്. ചെകിടനെ ശപിക്കരുത്, കുരുടന്റെ മുമ്പിൽ തടസ്സം വെക്കരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടണം. ഞാൻ യഹോവ ആകുന്നു. ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത്. എളിയവന്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കണം. നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞു നടക്കരുത്. നിന്റെ കൂട്ടുകാരന്റെ ജീവനെതിരായി നീ നിലപാടെടുക്കരുത്. ഞാൻ യഹോവ ആകുന്നു. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്. കൂട്ടുകാരന്റെ പാപം നിന്റെമേൽ വരാതിരിക്കുവാൻ അവനെ നിശ്ചയമായും ശാസിക്കണം. പ്രതികാരം ചെയ്യരുത്. നിന്റെ ജനത്തിന്റെ മക്കളോട് പകവെക്കരുത്. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ യഹോവ ആകുന്നു. നിങ്ങൾ എന്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം. രണ്ടുതരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത്. നിന്റെ വയലിൽ കൂട്ടുവിത്തു വിതയ്ക്കരുത്. രണ്ടുവക സാധനം കലർന്ന വസ്ത്രം ധരിക്കരുത്. ഒരു പുരുഷന് നിയമിച്ചവളും വീണ്ടെടുക്കപ്പെടുകയോ സ്വാതന്ത്ര്യം കിട്ടുകയോ ചെയ്യാത്തവളുമായ ഒരു ദാസിയോടുകൂടി ഒരുവൻ ശയിച്ചാൽ അവരെ ശിക്ഷിക്കണം. എന്നാൽ അവൾ സ്വാതന്ത്ര്യമില്ലാത്തവളായതുകൊണ്ട് അവരെ കൊല്ലരുത്. അവൻ യഹോവയ്ക്ക് അകൃത്യയാഗത്തിനായി സമാഗമനകൂടാരത്തിന്റെ വാതിൽക്കൽ ഒരു ആട്ടുകൊറ്റനെ കൊണ്ടുവരണം. അവൻ ചെയ്ത പാപത്തിനായി പുരോഹിതൻ അകൃത്യയാഗത്തിന്റെ ആട്ടുകൊറ്റനെ കൊണ്ട് അവനുവേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ ചെയ്ത പാപം അവനോട് ക്ഷമിക്കും. നിങ്ങൾ ദേശത്തെത്തി ഭക്ഷണത്തിന് ഉതകുന്ന സകലവിധ വൃക്ഷങ്ങളും നട്ടശേഷം നിങ്ങൾക്ക് അവയുടെ ഫലം പരിച്ഛേദന കഴിയാത്തതുപോലെ ആയിരിക്കണം. അത് 3 വർഷത്തേക്ക് നിഷിദ്ധമായതുപോലെ ആയിരിക്കണം. അത് ഭക്ഷിക്കരുത്. 4-ാം വർഷത്തിൽ അതിന്റെ ഫലമെല്ലാം യഹോവയുടെ സ്തോത്രത്തിനായിട്ട് ശുദ്ധമായിരിക്കണം. 5-ാം വർഷത്തിൽ നിങ്ങൾക്ക് അതിന്റെ ഫലം ഭക്ഷിക്കാം. അങ്ങനെ അതിന്റെ അനുഭവം നിങ്ങൾക്ക് വർദ്ധിച്ചുവരും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. രക്തത്തോടുകൂടിയുള്ളത് തിന്നരുത്. ആഭിചാരം ചെയ്യരുത്. മുഹൂർത്തം നോക്കരുത്. നിങ്ങളുടെ തലമുടി ചുറ്റും വിളുമ്പു വടിക്കരുത്. താടിയുടെ അറ്റം വിരൂപമാക്കരുത്. മരിച്ചവനു വേണ്ടി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. ശരീരത്തിന്മേൽ പച്ച കുത്തരുത്. ഞാൻ യഹോവ ആകുന്നു. ദേശം വേശ്യാവൃത്തി ചെയ്തു ദുഷ്കർമ്മം കൊണ്ട് നിറയാതിരിക്കേണ്ടതിന് നിന്റെ മകളെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത്. നിങ്ങൾ എന്റെ ശബ്ബത്തുകൾ പ്രമാണിക്കുകയും എന്റെ വിശുദ്ധ മന്ദിരത്തോട് ഭയഭക്തിയുള്ളവരായിരിക്കുകയും വേണം. ഞാൻ യഹോവ ആകുന്നു. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്. അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. ഞാൻ യഹോവ ആകുന്നു. പരദേശി നിന്നോടുകൂടെ നിങ്ങളുടെ ദേശത്ത് പാർത്താൽ അവനെ ഉപദ്രവിക്കരുത്. നിങ്ങളോടുകൂടി പാർക്കുന്ന പരദേശി
നിങ്ങൾക്ക് സ്വദേശിയെപ്പോലെ ആയിരിക്കണം. അവനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നിങ്ങളും ഈജിപ്റ്റിൽ പരദേശികളായിരുന്നുവല്ലോ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുത്. ശരിയായ തുലാസും ശരിയായ കട്ടിയും ശരിയായ പറയും ശരിയായ ഇടങ്ങഴിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങളെ ഈജിപ്റ്റിൽ നിന്ന് പുറപ്പെടുവിച്ച നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. നിങ്ങൾ എന്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ച് അനുസരിക്കണം. ഞാൻ യഹോവ ആകുന്നു.